പുനർകൂദാശ കഴിഞ്ഞ കാഞ്ചിയാർ സ്വരാജ് സെന്റ് പോൾസ് ദേവാലയത്തിൽ മുൻ കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. 2006-ൽ കൂദാശ ചെയ്ത ചർച്ചിൽ കഴിഞ്ഞ 25-നാണ് പുനർകൂദാശ ചെയ്യപ്പെട്ടത്. ഇടവകയിൽ എത്തിയ കർദിനാളിന് വിശ്വാസികൾ വിപുലമായ സ്വീകരണം ഒരുക്കി. 2001-ൽ നിർമ്മാണം പൂർത്തിയാക്കിയ പള്ളി 2006-ൽ ഇടവകയായി മാറുകയും കൂദാശ ചെയ്യപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ 25-ന് പുനർകൂദാശ ചെയ്തിരുന്നു. പുതിയ വിശ്വാസ വർഷത്തിന്റെ തുടക്കത്തിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരി ഇടവക പള്ളിയിലെത്തുകയും വിശുദ്ധ കുർബാന അർപ്പിച്ചതും വിശ്വാസികൾക്ക് അനുഗ്രഹമായി മാറി. രൂപീകരിക്കപ്പെട്ടതിന് ശേഷം 2006-ൽ കൂദാശ ചെയ്യപ്പെട്ട ദേവാലയത്തിന്റെ പുനർകൂദാശ കർമ്മം കഴിഞ്ഞ 25-ാം തീയതി നടത്തിയിരുന്നു. അതിൻ്റെ അനുബന്ധമായിട്ട് ഞങ്ങൾ പുതിയ ആരാധനാവത്സരത്തിൽ അതോടൊപ്പം തന്നെ നമ്മുടെ മഹാജൂബിലിയുടെ ആരംഭമാകുന്ന ഡിസംബർ 1-ാം തീയതി ആരാധനാവത്സരത്തിൻ്റെ 1-ാം തീയതി ഞങ്ങൾ അഭിമന്യ ആലഞ്ചേരി പിതാവ് റാസ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പുതിയ ദേവാലയത്തിൻ്റെ കർമ്മങ്ങൾ കൂടുതൽ ആഘോഷമായിട്ട് ആരംഭിക്കുകയാണ്. സ്വരാജ് പെരിയാൻകോവിലിൽ സ്ഥാപിതമായ പള്ളി മുൻ കർദിനാൾ ജോർജ് ആലഞ്ചേരി എത്തിയത് ആദ്യമാണ്. കർദിനാളിൽ നിന്നും നേരിട്ട് കുർബാന സ്വീകരിക്കാൻ വിശ്വാസികൾക്കുമായി. ഫാദർ കുര്യാക്കോസ് മിഞ്ഞേലി, കാഞ്ഞിരപ്പള്ളി രൂപതാ സുപ്പീരിയർ ഫാദർ സാബു മണ്ണടി എന്നിവർ ചേർന്നാണ് കുർബാന അർപ്പിച്ചത്. ജിൻസൺ ചിലമ്പിൽ, അഭിലാഷ് മരങ്ങാട്ട്, ചിൻഡോ കുന്നേൽ എന്നിവരുടെ നേതൃത്വത്തിൽ കർദിനാളിനെ വിശ്വാസികൾ സ്വീകരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ.